പാഠം 443 സംഭവാമി യുഗേ യുഗേ. ഹലോ, അതെ. വിദ്യാലക്ഷ്മി, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. ഉവ്വ്, ഇതിലേക്ക് എന്നെ കാണാൻ വന്നിരുന്നു. പാവം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നിയമപരമായി നമുക്കൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ, ഒറ്റ ഒന്നിനെ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. കള്ളന്മാര്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്കും കുട്ടികൾക്കും ആ പണം അനുഭവിക്കാനുള്ള യോഗം ഇല്ലാതായിപ്പോയി. ശരി. എന്താണ് നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നു? എങ്ങനെ ആക്ഷേപിക്കാതിരിക്കും മോഹനേട്ടാ? ഒരു പാവ സ്ത്രീയുടെ ഗതികേടും അറിവില്ലായ്മയും ചൂഷണം ചെയ്ത് അവളെ പറ്റിക്കുന്നവരെ പിന്നെന്താ പറയേണ്ടത്? ആളുകൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നത് മനുഷ്യനുണ്ടായ കാലം മുതലുണ്ടായ ഏർപ്പാടാണ്. അതിന് ആണുങ്ങളെ മാത്രം കുറ്റം പറയണ്ട, പെണ്ണുങ്ങൾ ചൂഷണം ചെയ്യുന്നില്ലേ? സത്യത്തിൽ മനുഷ്യൻ സംഘടിച്ചു തുടങ്ങിയത് തന്നെ ചൂഷണങ്ങൾക്കെതിരെയാണ്. ഇപ്പൊ എന്താ പ്രശ്നം? മോഹനേട്ടാ, ഇന്ദുലേഖ എന്നൊരു സ്ത്രീ, അവരുടെ ഭർത്താവിന് ക്യാൻസർ വന്നപ്പോ അവൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ഭൂമി വിറ്റ് ഭർത്താവിനെ ചികിത്സിക്കാൻ നോക്കിയതാണ്. അതിലവരെ പറ്റിച്ചു കളഞ്ഞു. അതല്ല രസം. ഇന്ദുലേഖയെ പറ്റിച്ചത് സ്വന്തം അനിയൻ തന്നെയാണ്. സഹോദരിക്കൊരു പ്രശ്നം വരുമ്പോ സഹായിക്കേണ്ട കൂടപ്പറപ്പ് തന്നെ സഹോദരിയെ പറ്റിക്കുക എന്ന് പറഞ്ഞ്. കാര്യം ഇപ്പോഴും വ്യക്തമായില്ല. ഇന്ദുലേഖ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. എങ്ങനെയെങ്കിലും വക്കീൽ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ഇങ്ങനൊരു ചതി പറ്റൂന്ന് ഞാൻ കരുതിയില്ല. ഇന്ദുലേഖ കാര്യം പറ. എന്റെ പേരിൽ ഉണ്ടായിരുന്ന 40 സെന്റ് സ്ഥലം അച്ഛൻ എനിക്ക് ഇഷ്ടദാനം എഴുതി തന്നത്. എന്റെ അനിയൻ സുരേന്ദ്രന് അന്ന് അച്ഛൻ 62 സെന്റ് ഭൂമി കൊടുത്തു. ഞാനൊരു എതിർപ്പും പറഞ്ഞില്ല. എനിക്കൊരു ജോലിയുണ്ട്, എന്റെ ഭർത്താവിനും ജോലിയുണ്ട്. സുരേന്ദ്രന് ജോലിയൊന്നും ആയില്ലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഭൂമി അവൻ എടുത്തോട്ടെന്ന് ഞാൻ കരുതി. സുരേന്ദ്രൻ പിന്നെ പല ബിസിനസ്സും ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കി. സ്വന്തം അനിയനല്ലേ, നന്നായി വരട്ടെന്ന് ഞാനും കരുതി. പക്ഷേ അവൻ തന്നെ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ദുലേഖ ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. എന്റെ ഭർത്താവിന് അസുഖം വന്നതോടെയാ പ്രശ്നം തുടങ്ങുന്നത്. ബാലേട്ടന് ആദ്യം ചെറിയ പനിയും വയറുവേദനയായിരുന്നു. അത് കാര്യമാക്കിയില്ല. പിന്നെ വേദന കൂടി വന്നപ്പോ ഡോക്ടറെ കണ്ടു. അപ്പോഴാ ബാലേട്ടന് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ മുടക്കി ചികിത്സിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. ഒടുവിൽ അച്ഛൻ തന്ന 40 സെന്റ് വിൽക്കാൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ബാലേട്ടനെ രക്ഷപ്പെടുത്തിയല്ലേ പറ്റൂ. ഭൂമി വിൽക്കാൻ ആലോചിച്ചപ്പോ സുരേന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ അത് വിൽക്കണ്ട, കുറച്ച് കാശ് അവൻ തരാന്ന്. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി 10-14 ലക്ഷം രൂപ വാങ്ങി. കാശിന് പിന്നെ ആവശ്യം വന്നപ്പോ അവൻ പറഞ്ഞു, ആ ഭൂമി അവന്റെ പേരിൽ എഴുതി കൊടുക്കാമെങ്കിൽ ന്യായമായ കാശ് തരാന്ന്. ഞാനെന്തായാലും വിൽക്കാൻ തീരുമാനിച്ചതല്ലേ, അപ്പോ അവന് തന്നെ വിൽക്കാന്ന് ഞാൻ കരുതി ആ ഭൂമി തീരാധാരം എഴുതി കൊടുത്തു. അപ്പോ അവനൊരു 5 ലക്ഷം രൂപ കൂടി തന്നു. മൊത്തം 19 ലക്ഷം രൂപ. ബാക്കി പിന്നെ തരാന്ന് പറഞ്ഞു. കൂടപ്പിറപ്പല്ലേ, ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് 2 മാസം മുമ്പ് ബാലേട്ടൻ മരിച്ചു. അപ്പോഴും അവൻ 2 ലക്ഷം രൂപ തന്നു. ആകെ 21 ലക്ഷം രൂപ. കഴിഞ്ഞ ആഴ്ച ഞാൻ സുരേന്ദ്രനെ കണ്ട് ബാക്കി പൈസ കൂടി വേണമെന്ന് പറഞ്ഞപ്പോ അവൻ പറയാ, തരാനുള്ളത് മുഴുവൻ തന്നു. എങ്ങനെ പോയാലും 30 ലക്ഷം രൂപ കിട്ടേണ്ട ഭൂമി വക്കീലെ. ആ വിലയ്ക്ക് വാങ്ങാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ സുരേന്ദ്രൻ തന്നത് വേറെ 21 ലക്ഷം രൂപ. ബാക്കി കാശ് പലിശയായി കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്താ വക്കീലെ ചെയ്യാൻ പറ്റ? കൂടപ്പിറപ്പിനെ കോടതി കയറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. എനിക്കും 2 പിള്ളേർക്കും ഇനി ആകെ കിട്ടാനുള്ള കാശ് അത്. എനിക്കെന്തെങ്കിലും പറ്റിയ അതുങ്ങളെ വഴിയാധാരാവും. അതിപ്പോ വില കാണിച്ച ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ മുഴുവൻ പണവും കൈപ്പറ്റണമെന്നല്ലേ നിയമം? ആധാരത്തിൽ ഇന്ദുലേഖ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും, മുഴുവൻ പണവും കിട്ടി ബോധ്യപ്പെട്ടു എന്ന്. അങ്ങനെയുള്ളപ്പോ ഇനി കേസ് കൊടുക്കുന്ന എങ്ങനെയാ? സുരേന്ദ്രൻ ചതിക്കുമെന്ന് കരുതിയില്ല വക്കീലെ. അതൊന്നും കോടതി പറയാൻ പറ്റില്ല ഇന്ദുലേഖ. ഇന്ദുലേഖ തന്നെയല്ലേ ആധാരത്തിൽ ഒപ്പിട്ടത്? അതെ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. സുരേന്ദ്രനെ കണ്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും പണം വാങ്ങാൻ നോക്കണം. ആ ഒരു വഴിയേ ഉള്ളൂ.
അവൻ തരില്ല വക്കീലെ. പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ ഒപ്പിടുന്നതിന് മുന്നേ നോക്കണ്ടേ ഇന്ദുലേഖ? ഭർത്താവ് മരണക്കിടക്കയിൽ കിടക്കുമ്പോ അതൊന്നും ആലോചിക്കാൻ പറ്റില്ല വക്കീലെ. എങ്ങനെയെങ്കിലും ബാലേട്ടനെ രക്ഷിക്കണമെന്നേ അന്ന് ഞാൻ കരുതിയുള്ളൂ. പക്ഷെ എന്റെ ഗതികേട് സ്വന്തം കൂടപ്പിറപ്പ് ചൂഷണം ചെയ്യുമെന്ന് വിചാരിക്കാനുള്ള ബുദ്ധി പോയില്ല. അപ്പൊ ഇനി എനിക്കും കുട്ടികൾക്കും ഒന്നും സ്വന്തമായിട്ടില്ല. സാരമില്ല, എനിക്കൊരു ജോലി ഉണ്ടല്ലോ, അത് മതി. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. അതിനിടയ്ക്ക് ബാലേട്ടനെ പറ്റിയതുപോലെ ഒന്നും എനിക്ക് പറ്റാതിരുന്നാ മതിയായിരുന്നു. കുട്ടികളെ തീരെ ചെറുപ്പമാണേ, അതാ പേടി. ഒന്ന് ആലോചിച്ച് നോക്കൂ മോഹനേട്ടാ. സഹോദരിയെ ആപത്തിൽ സഹായിക്കേണ്ട സുരേന്ദ്രൻ സഹായിക്കുന്നു എന്ന നാട്ടിൽ ആ പാവത്തിനെ പറ്റിച്ച് എത്ര ലക്ഷം രൂപയാണെന്ന്. ഭാമേ, ഈ കാര്യത്തിൽ സുരേന്ദ്രനെ മാത്രം കുറ്റം പറയണ്ട. ഇന്ദുലേഖ വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയല്ലേ. ഭൂമി വില മുഴുവൻ കിട്ടിബോധിച്ചു എന്ന് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണമായിരുന്നു. അല്ലെങ്കിൽ അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കണമായിരുന്നു. അങ്ങനെ പറയലേ മോഹനേട്ടാ. ഭർത്താവ് അസുഖമായി കിടക്കുമ്പോ ഏതെങ്കിലും ഭാര്യ അതൊക്കെ ആലോചിക്കുവോ? അത് മാത്രമല്ല, ഇന്ദുലേഖ സ്ഥലം എഴുതി കൊടുത്തത് സ്വന്തം അനിയനല്ലേ. അവനെ അവൾക്ക് വിശ്വാസമായിരുന്നു. വിശ്വാസം, സ്നേഹം എന്നൊക്കെ പറയുന്നത് കുടുംബങ്ങളിലും വ്യക്തികളും തമ്മിലൊക്കെയാണ്. സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി സ്വന്തം ഭൂമി വിലയാധാരമായി മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുമ്പോൾ നോക്കേണ്ടത് നിയമമാണ്. പണം വാങ്ങി ഭൂമി എഴുതി കൊടുക്കുന്നു എന്നാണ് ഇന്ദുലേഖ ആധാരത്തിൽ പറയുന്നത്. പണം വാങ്ങി എന്നതിന് അതിൽ പറഞ്ഞ തെളിവ് വേണോ? താൻ അറിയാതെ പറ്റിയതാണെന്നോ തന്നെ പറ്റിച്ചതാണെന്നോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആധാരത്തിൽ ഇന്ദുലേഖയുടെ കയ്യൊപ്പ് മാത്രമല്ല, വിരലടയാളവും കാണും. ആ പണം ഒരിക്കലും ഇന്ദുലേഖ കിട്ടില്ല. എങ്ങനെയെങ്കിലും കേസ് കൊടുത്ത് പണം വാങ്ങി തരാമെന്ന് ചോദിക്കാനാണ് ആ പാവം വന്നത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ സാധാരണ ഇങ്ങനെ അല്ലല്ലോ പറയാറുള്ളത്. കോടതിയിൽ പോയാൽ എല്ലാവർക്കും നീതി കിട്ടും, മനുഷ്യനാകെ ആശ്രയമുള്ളത് കോടതിയാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ കള്ളന്മാരാണ് എന്നൊക്കെ അല്ലേ. എന്നിട്ടെന്താ നിന്റെ കോടതി വിചാരിച്ചിട്ട് നീതി കിട്ടിയില്ലേ? ഭാമേ, നീതിയും നിയമവും രണ്ട് വെവ്വേറെ കാര്യങ്ങളാണ്. കോടതികളിൽ നീതിയല്ല നടപ്പാക്കുന്നത്, നിയമമാണ്. നിയമം നടപ്പാവുമ്പോ എല്ലായ്പ്പോഴും നീതി നടപ്പാവണമെന്നില്ല. വക്കീലേ, ഉത്തമ നിന്നെ അന്വേഷിക്കുന്നത്. എനിക്ക് ആഫീസ് പോകുന്നേരെ. നമസ്കാരം വക്കീലേ. ഞാൻ ആ ബാലേന്ദ്ര സാറിന്റെ ഭാര്യ ഇന്ദുലേഖയോട് ഒരു കാര്യം പറയാനാണ് വന്നത്. അവരൊരു പ്രശ്നത്തിൽപ്പെട്ടു. ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു വക്കീലിനെ പോയി കാണാൻ. അവർക്കാണെങ്കിൽ നല്ല വക്കീലിനൊന്നും പരിചയമില്ല. അതുകൊണ്ട് ഇന്ദുലേഖ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. വന്നാ? ഇക്കാര്യത്തിൽ എന്നെന്നല്ല, ഒരു വക്കീലിനെ കണ്ടിട്ടും കാര്യമില്ല. നിയമപ്രകാരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഇന്ദുലേഖയുടെ അനിയൻ സുരേന്ദ്രനെ പരിചയമുണ്ടെങ്കിൽ ഉത്തമനൊന്ന് സംസാരിച്ചു നോക്ക്. എങ്ങനെയൊക്കെ നയത്തിൽ പറഞ്ഞ് കിട്ടുന്നത് വാങ്ങിച്ചെടുക്കാൻ പറ്റി അത്ര ആയല്ലോ. നടന്നത് തന്നെ. അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത ദുഷ്ടനാണ് ഈ പറഞ്ഞ സുരേന്ദ്രൻ. അവന്റെ കയ്യിൽ നിന്ന് നേരായ വഴിയിൽ 1 രൂപ വാങ്ങിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല. അല്ലെങ്കിലും സ്വന്തം ചേച്ചിയെ പറ്റിക്കുന്നവരിൽ നിന്ന് എന്ത് മര്യാദയാണ് പ്രതീക്ഷിക്കാനുള്ളത്? വക്കീലെ, ഇന്ദുലേഖ താമസിക്കുന്നത് തന്നെ ഒരു വാടക വീട്ടിലാണ്. ബാലേന്ദ്ര സാറിന്റെ ചികിത്സയ്ക്കായി പലരിൽ നിന്നും നല്ലൊരു തുക വായ്പയും വാങ്ങിയിട്ടുണ്ട്. 2 കുട്ടികളുള്ളതിൽ ഒരാൾക്ക് 4 വയസ്സും ഒരാൾക്ക് 2 വയസ്സുമാണ് പ്രായം. ഇന്ദുലേഖയുടെ ജോലി കൊണ്ട് മാത്രം എങ്ങനെ ജീവിക്കാനാണ്? സത്യം പറഞ്ഞ ഈ സുരേന്ദ്രനെ പോലുള്ളവരെ വിടുവിച്ച് കൊല്ലുക വേണ്ടത്. ഒരു പരിചയത്തിന്റെ മാത്രം പേരിൽ ഉത്തമന് കാണിക്കുന്ന സ്നേഹം പോലും ആ സുരേന്ദ്രൻ ആ സ്ത്രീയോടില്ലല്ലോ. ഇവനൊക്കെ ജീവിച്ചിരിക്കുന്ന എന്തിനാണ്? വന്ന് വക്കീല് നിയമം കയ്യിലെടുക്കുന്നതിനെ പറ്റിയാണല്ലോ ആലോചിക്കുന്നത്. സുരേന്ദ്രൻ എന്ത് തെറ്റ് ചെയ്താലും അയാളെ നമുക്ക് തോന്നും പോലെ വെടിവെച്ചു കൊല്ലാൻ പറ്റില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ഇമാതിരി പുളിച്ച തമാശ പറയില്ലേ മോനട്ടാ? കേട്ടോ ഉത്തമ, ഇന്ദുലേഖയുടെ ഗതികേടിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ ആ അവസരം ഉപയോഗിച്ച് കോടതിയെ കുറ്റം പറയുകയാണ്. അതാണോ ഇവിടുത്തെ പ്രശ്നം? ബാലചന്ദ്രൻ ഇന്ദുലേഖയ്ക്കുണ്ടായ ഗതികേട് ആർക്കും ഏത് നേരത്തും ഉണ്ടാകാവുന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാ കൊള്ളാം. അത് മനസ്സിലാക്കേണ്ട നീയാണ്. ഞാൻ ബാലേന്ദ്രനെ പോലെ എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചു പോയാൽ നീ ഇങ്ങനെ തോന്നും പോലെ ആർക്കും ഭൂമി എഴുതി കൊടുക്കരുത്. ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യം പറയുമ്പോ മോഹനേട്ടൻ അതിനെ ഇത്ര നിസ്സാരമായി കാണാൻ പറ്റുന്ന തന്നെയാണ് അത്ഭുതം. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഇന്ദുലേഖയുടെ ഗതികേടോർത്ത് കരയണോ? അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെന്ന്. കണ്ണിച്ചോറില്ലാത്ത കൂട്ടം. നിനക്ക് വേറൊന്നും പറയാനല്ലോ. മാറി നിൽക്ക്. ഉത്തമൻ വന്നത് വക്കീലിനെ കാണാൻ. പക്ഷെ വന്ന കാര്യം നടക്കൂല എന്ന് വക്കീൽ പറയുകയും ചെയ്തു സാറേ. എന്തായാലും കാര്യങ്ങൾ ഇത്രയായില്ലേ? ഇന്ത്യയിലേക്ക് കിട്ടാനുള്ളത് തരക്കേടില്ലാത്ത സംഖ്യയും. കുറച്ചുകൂടി നല്ലൊരു വക്കീലിനെ കണ്ടു ഉത്തമ. കണ്ടോ ആ സ്വഭാവം കണ്ടോ? ഒരവസരം കിട്ടിയ സ്വന്തം ഭാര്യ ആക്ഷേപിക്കാനുള്ള വഴി കാണും വില്ലേജ് ഓഫീസർ. ഇന്ത്യയിലേക്കിടെ ഗതികേടിനെ പറ്റിട്ട് ഒരു സഹതാവും പോലുമില്ല. സഹത വെച്ചിട്ട് എന്താ വക്കീലെ കാര്യം? ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് വക്കീൽ തന്നെയാണല്ലോ നേരത്തെ പറഞ്ഞത്. എന്നാലും സുരേന്ദ്രൻ കാണിച്ചത് കുറച്ച് അക്രമമായിപ്പോയി. ആ പാവ എന്തിലേക്ക് ഇനി 10 പൈസ കിട്ടൂല. ഇതാ പ്രൊഫസറെ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപും പിൻപും നോക്കില്ല. ഇക്കാര്യത്തിൽ സ്വന്തം ആങ്ങളെന്നല്ല ദൈവത്തെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ശിശുപാല, ആ സുരേന്ദ്രന്റെ പോക്കോരുവിന്റെ അപേക്ഷ ഇവിടെ ഇരിക്കുകയല്ലേ? ഉണ്ട് സാർ. ആധാരത്തിന്റെ പകർപ്പുണ്ടല്ലോ? ഉണ്ട് സാർ. അതിനെടുത്തോളൂ. ആധാരം കാഞ്ചന സാർ ഞാൻ നോക്കിയല്ലേ? അതെ. പിന്നെന്താ പുതുതായിട്ട് നോക്കാൻ? മോനേഷ് സാറിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. നമ്മളൊക്കെ എന്ത് നോക്കിയാലും വിശ്വാസമില്ല. എടുത്തോണ്ട് പോയി കൊടുക്ക്. ഇതായിരിക്കണു. സാർ, സുരേന്ദ്രന്റെ അപേക്ഷ. എന്താ സാർ അപേക്ഷ രണ്ടാമത് നോക്കുന്നത്? ഒന്നുമില്ല, പോക്കോര് ചെയ്യുന്നതിന് മുമ്പ് അപേക്ഷ ഒന്നുകൂടെ നോക്കണമല്ലോ. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. എന്താ സാർ? സുരേന്ദ്രൻ വരുമ്പോ എന്നോടൊന്ന് പറയണം. പറയാം സാർ. ശിശുപാലൻ പൊയ്ക്കോളൂ. സുരേന്ദ്രൻ ഇങ്ങ് വരട്ടെ. നമസ്കാരം. എന്തൊക്കെയുണ്ട് ശിശുപാലൻ സാറേ വിശേഷങ്ങൾ? ഞാൻ ആധാരം പോക്കുവരവ് ചെയ്യാൻ തന്നത് എന്തായി? പോക്കുവരവിന് അപേക്ഷ കൊടുത്തിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. 30 ദിവസം കഴിയാതെ പോക്കുവരവ് ചെയ്യാൻ പറ്റില്ല സുരേന്ദ്ര. അത് നിയമം. പക്ഷേ നമ്മുടെ നാട്ടിലെ സകല വില്ലേജ് ഓഫീസുകളിലും ഒരു അത്യാവശ്യം പറഞ്ഞ 4 ദിവസം കൊണ്ട് പോക്കുവരവ് നടത്തിത്തരും. എനിക്ക് ഈ താലൂക്കിലെ സകല വില്ലേജിലും ഭൂമിയുണ്ട്. പക്ഷെ അവിടെ അങ്ങ് മോഹനേഷ സാറല്ല വില്ലേജ് ഓഫീസർ. ഇവിടെ കാര്യങ്ങൾ ചട്ടപ്രകാരം നടക്കുള്ളൂ സുരേന്ദ്ര. പോക്കുവരവിന് അപേക്ഷ കിട്ടിയാൽ പരാതിക്കാർക്ക് വേണ്ടി 30 ദിവസത്തേക്ക് അപ്പീൽ പരാതിയുണ്ട്. അത് കഴിയാതെ ഈ ഓഫീസിൽ പോക്കുവരവ് നടക്കില്ല. എന്റെ പ്രൊഫസറെ, അങ്ങനെ വാശി പിടിക്കണം. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങ് തരും. അക്കാര്യത്ത് സുരേന്ദ്രന് പിശിക്കില്ല. സുരേന്ദ്രൻ എന്ത് തരും? നമസ്കാരം സാർ, ഞാൻ സാറിനെ കാണാനായിട്ടാ വന്നത്. ആ ആധാരം പോക്കുവരവ് ചെയ്ത് കിട്ടിയിട്ട് ഇത്തിരി അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കാനല്ലല്ലോ സുരേന്ദ്ര സർക്കാർ ഞങ്ങളെ ശമ്പളം നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അർഹതയുള്ളവർക്ക് മാത്രം അത് ചെയ്തു കൊടുക്കാനാണ്. അതല്ലേ അതിന്റെ രീതി? എനിക്ക് അർഹതയുണ്ടല്ലോ സാർ. വസ്തു പോക്കുവരവ് ചെയ്യാൻ ആകെ വേണ്ടത്
ആധാരത്തിന്റെ ഒറിജിനലും പകർപ്പും പോക്കുവരവിനുള്ള അപേക്ഷയുമാണ്. അത് ഞാൻ കൊണ്ടുവന്നല്ലോ. കൊണ്ടുവന്നു. പക്ഷേ അപേക്ഷ കിട്ടി 30 ദിവസത്തിനകം പരാതിക്കാരില്ലാതെ വന്നാലല്ലേ പോക്കുവരവ് നടക്കും. സുരേന്ദ്രൻ അപേക്ഷ എന്നിട്ട് ദിവസം 3 ആയിട്ടുള്ളൂ. അതിനിടയിൽ പരാതി ഉണ്ടാവുകയും ചെയ്തു. പരാതിയോ? ആരുടെ പരാതി? ഓ, എന്റെ ചേച്ചിയുടെ പരാതിയാണെങ്കിൽ അത് കാര്യമില്ല സാറേ. ചേച്ചി തന്നെ എഴുതി തന്ന ആധാരത്തെ പറ്റി ചേച്ചിക്ക് പരാതിപ്പെടാൻ പറ്റുമോ? ഇല്ല, ഇന്ദുലേഖയ്ക്കല്ലല്ലോ പരാതി. പിന്നെ എനിക്കാണ് പരാതി. സാറിനെന്താ പരാതി? തണ്ടപ്പേർ രജിസ്റ്ററിൽ ഇന്ദുലേഖയുടെ പേരിലുള്ള 40 സെന്റ് ഭൂമിയുടെ സർവേ നമ്പർ 161/18 ആണ്. ഇതിനു മുമ്പ് ഇന്ദുലേഖ കരം തീർത്തതും അതേ സർവേ നമ്പറിലാണ്. മുന്നാധാരത്തിലും സർവേ നമ്പർ അത് തന്നെ, 161/18. പക്ഷേ ഇന്ദുലേഖ സുരേന്ദ്രൻ എഴുതുന്ന ഈ ആധാരത്തിൽ സർവേ നമ്പർ 171/18 ആണ്. ആ ഭൂമി ഇന്ദുലേഖയുടെ അല്ലല്ലോ. ഇന്ദുലേഖയുടെ അല്ലാത്ത ഭൂമി ഇന്ദുലേഖയിൽ നിന്ന് സുരേന്ദ്രൻ എങ്ങനെ വാങ്ങാൻ പറ്റും? സംശയിക്കണ്ട. സ്വന്തം കൂടപ്പുറപ്പിനെ പറ്റിച്ച് ആധാരം എഴുതി ഉണ്ടാക്കിയപ്പോ സുരേന്ദ്രനും തെറ്റി, ഈ ആധാരം രജിസ്റ്റർ ചെയ്തെന്ന സബ് രജിസ്ട്രാർക്കും തെറ്റി. ഈശ്വരനായിട്ട് വരുത്തിച്ച തെറ്റാണത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇതൊക്കെ സംഭവിക്കാവുന്ന തെറ്റാണ്. സുരേന്ദ്രനും ഇന്ദുലേഖയും കൂടി ശ്രമിച്ചാൽ തിരുത്താവുന്ന തെറ്റ്. പക്ഷേ ഇന്ദുലേഖ കൂടി ശ്രമിക്കണം. സുരേന്ദ്രൻ ഇന്ദുലേഖയ്ക്ക് കൊടുക്കാനുള്ള ബാക്കി കാശ് കൂടി കൊടുക്കാതെ തെറ്റ് തിരുത്തി തരില്ല എന്ന് ഇന്ദുലേഖ പറഞ്ഞാൽ സുരേന്ദ്രൻ കൊടുക്കും. ഈ ജന്മത്ത് ഈ വസ്തു പോക്കുവരവ് ചെയ്യില്ല. അതെവിടുത്തെ ന്യായം? സർവേ നമ്പർ തെറ്റിച്ച് ഭൂമി എഴുതി തന്നതിന് ഞാൻ ഇന്ദുലേഖയ്ക്കെതിരെ കേസ് കൊടുക്കും. കൊടുത്തോളൂ. ഭൂമിയുടെ ന്യായമായ വില 30 ലക്ഷം രൂപ. സുരേന്ദ്രൻ കൊടുത്തത് 21 ലക്ഷം മാത്രം. ബാക്കി 9 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് ആധാരം എഴുതി ഉണ്ടാക്കി. പക്ഷേ നികുതി വെട്ടിക്കാനായി ഈ ആധാരത്തിൽ ഭൂമിയുടെ വില 8 ലക്ഷം രൂപയെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ദുലേഖയ്ക്കെതിരെ സുരേന്ദ്രന് കേസ് കൊടുക്കാൻ തോന്നിയാൽ ഇന്ദുലേഖയ്ക്ക് സൗകര്യമാവും. തിരിച്ച് 8 ലക്ഷം രൂപ തന്നാൽ മതിയല്ലോ. 8 ലക്ഷമോ? ഞാൻ 21 ലക്ഷം രൂപ കൊടുത്തതാ. അയ്യോ, അത് ആധാരത്തിൽ ഇല്ലല്ലോ സുരേന്ദ്ര. സർക്കാരിനെ പറ്റിക്കാൻ വില കുറച്ച് കാണിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു. നീ വന്നേ. സാർ, സുരേന്ദ്ര, ഈ ആധാരത്തിന് ഇപ്പൊ കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ. ഇതിലെ തെറ്റിതിരുത്താതെ ഒന്നും നടക്കില്ല. തെറ്റിതിരുത്തണമെങ്കിൽ ഇന്ദുലേഖ കനിയണം. ഇന്ദുലേഖ കനിയണമെങ്കിൽ സുരേന്ദ്രൻ ബാക്കി കാശ് കൊടുക്കണം. എന്ത് തീരുമാനിച്ചു? ഇപ്പൊ പോയത് 21 ലക്ഷം. അത് മുഴുവൻ പോകണോ അതോ ബാക്കി കാശ് കൊടുത്ത് തടി രക്ഷിക്കണോ? അതിപ്പോ ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും ചേച്ചി സമ്മതിക്കില്ല. ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി. വാങ്ങി 21-ൽ 8 ലക്ഷം രൂപ തിരിച്ചു തന്നാൽ ഇന്ദുലേഖ തലവരും. സുരേന്ദ്രന്റെ ബാക്കി കാശ് വെള്ളത്തിൽ. ഇനിയിപ്പോ എന്താ സാറാ ചെയ്യുക? ബാക്കി കാശ് കൊടുക്കണം. ഞാൻ ഈ കേസിൽ മധ്യസ്ഥനായി ഇന്ദുലേഖയോട് സംസാരിക്കാം. പക്ഷെ കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് ഇനി 9 ലക്ഷം രൂപ കൊടുത്താൽ പോരാ. ഇതിലിടെ എവിടുന്ന എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ? ഒരു 12 ലക്ഷം രൂപ കൊടുക്കണം. 12 ലക്ഷമോ? സുരേന്ദ്രൻ നഷ്ടമൊന്നുമില്ലല്ലോ. ആ ഭൂമിക്ക് കുറഞ്ഞത് 35 ലക്ഷം രൂപ വില വരും. സുരേന്ദ്രന്റെ ഇപ്പോ മൊത്തം 33 ലക്ഷമേ ചെലവാകുന്നുള്ളൂ. എന്നാലും സാറ് കൈക്കൂലിയൊക്കെ വാങ്ങൂ. പിന്നെ 12 ലക്ഷം രൂപ എപ്പ കൊടുക്കുമെന്ന് ഇന്ദുലേഖയെ ഇപ്പൊ തന്നെ വിളിച്ചു പറയണം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ ബുദ്ധി ആലോചിക്കും. സുരേന്ദ്രന്റെ 21 ലക്ഷം രൂപ വെള്ളത്തിലാവുകയും ചെയ്യും. എന്റെ വക 3 ലക്ഷം ഞാൻ ഇന്ദുലേഖയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. ചെല്ല. സാറ് കൈക്കൂലി വാങ്ങൂ. ആ സ്ത്രീ ഒരുപാട് കരഞ്ഞല്ലേ സുരേന്ദ്രൻ കാരണം. അതിന്റെ നഷ്ടപരിഹാര 3 ലക്ഷം. ഒരു പാവം വിധവയല്ലേ, വല്ലതും കിട്ടിക്കോട്ടെ. നിയമത്തിന് തെളിവിന്റെ വഴി മാത്രമേ അറിയൂ. അതുകൊണ്ട് ഇന്ദുലേഖയ്ക്ക് ഇനി 10 പൈസ പോലും കോടതി വഴി കിട്ടില്ല. ശത്രുക്കൾ ആരെങ്കിലും പറ്റിച്ച നമുക്ക് മനസ്സിലാക്കാം സാർ. ഇതിപ്പോ സ്വന്തം കൂടപ്പുറപ്പല്ലേ. ഇവരൊക്കെ ഇത് എന്തൊരു മനുഷ്യരാണ്.
കാലം മാറിപ്പോയി സത്യഭാമേ. ആരെ പറ്റിച്ചായാലും കുറച്ച് കാശുണ്ടാക്കണമെന്ന ചിന്ത മാത്രമേ മനുഷ്യർക്കുള്ളൂ. ധർമ്മം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുമ്പോ ഭഗവാൻ നേരിട്ട് അവതരിക്കുമെന്നാ വിശ്വാസം. ഇപ്പോ ഭഗവാൻ ഇതിലൊന്നും താല്പര്യമില്ലാതെ പോയെന്നാ തോന്നുന്നത്. മേ കമിൻ? ആ ഇന്ദിലേക്കോ? വരൂ. ഞങ്ങൾ ഇന്ദിരേഖയെ പറ്റി സംസാരിക്കുകയായിരുന്നു. ഇക്കാലത്ത് സ്വന്തം കൂടപ്പറപ്പുകളെ പോലും വിശ്വസിക്കാൻ പറ്റാതായി. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷിക്കുക, അത്ര തന്നെ. നമുക്ക് ആരെങ്കിലും ഇടപെടുത്തി സുരേന്ദ്രനുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? അതേയുള്ളൂ ഇനിയൊരു വഴി. വേറെ വഴിയുണ്ടായി വക്കീലെ. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. സുരേന്ദ്രൻ പൈസ തരാന്ന് സമ്മതിച്ചു. ആണോ? വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറാ എല്ലാം ശരിയാക്കിയത്. അതിന്റെ നിയമവശമൊന്നും എനിക്കറിയില്ല. പക്ഷെ വില്ലേജ് ഓഫീസിൽ സുരേന്ദ്രന്റെ കടലാസുകൾ മോഹനകൃഷ്ണൻ സാർ പിടിച്ചുവെച്ചു. പ്രശ്നമാവൂന്ന് വന്നപ്പോ സുരേന്ദ്രൻ എന്നെ വിളിച്ചു. ബാക്കി 9 ലക്ഷം രൂപയ്ക്ക് പകരം 12 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. അതെങ്ങനെ? എനിക്കറിയില്ല. സാർ ആദ്യം എന്നെ വിളിച്ച് സുരേന്ദ്രൻ ഇപ്പൊ വിളിക്കും, അപ്പൊ 12 ലക്ഷം രൂപ വേണോന്ന് പറയണോന്ന് പറഞ്ഞു. സാറ് പറഞ്ഞതുപോലെ സുരേന്ദ്രൻ വിളിച്ചു. 9 ലക്ഷം തരാന്ന് പറഞ്ഞപ്പോ 12 ലക്ഷം വേണോന്ന് ഞാനും പറഞ്ഞു. ഒരെതിരും പറയാതെ സുരേന്ദ്രൻ സമ്മതിച്ചു. വക്കീല് പറഞ്ഞതുകൊണ്ടാ മോഹനകൃഷ്ണൻ സാർ ഇടപെട്ടതെന്ന് പറഞ്ഞു. അതിനൊരു നന്ദി പറയാൻ വേണ്ടി വന്നതാ ഞാൻ. ഇത് നന്ദി പറഞ്ഞാൽ തീരുന്ന കടപ്പാടല്ല. പക്ഷേ എനിക്ക് നന്ദി പറയാനല്ലേ പറ്റൂ. ഇന്ന് വൈകിട്ട് പൈസ തരാന്നാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. പൈസ കിട്ടിയിട്ട് വിളിക്കണമെന്ന് മോഹനകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വരട്ടെ. വലിയ ഉപകാരം വക്കീലെ. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതെങ്ങനെ സാധിച്ചു സാർ? അതെനിക്കും അറിയില്ല. പക്ഷേ കാര്യം സാധിച്ചു എന്ന് മനസ്സിലായില്ലേ? മോഹനകൃഷ്ണൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ആ, എന്താണെന്ന് അയാളോട് തന്നെ ചോദിക്ക്. ഇതെങ്ങനെ സാധിച്ചു? എന്ത്? സുരേന്ദ്രൻ എന്തിലേക്ക് പണം കൊടുക്കാന്ന് പറഞ്ഞു? 12 ലക്ഷം രൂപ. മോഹനേട്ടൻ എന്ത് ഒപ്പിച്ചതാണെന്നാണ് ഇന്ദിലേക്ക് പറയുന്നത്. എന്താ സംഭവം? ഞാൻ പറഞ്ഞില്ലേ ഭാമേ, നിയമവും നീതിയും രണ്ട് വെവ്വേറെ കാര്യങ്ങളാണ്. നീതി നടപ്പാക്കാൻ ചിലപ്പോ നിയമത്തിനപ്പുറം പോകേണ്ടി വരും. ഇന്ന് അത്തരം ഒരു വഴിയാണ് ഞാൻ പ്രയോഗിച്ചത്. എന്നുവെച്ചാ? സ്വന്തം കൂടപ്പുറപ്പിനെ പറ്റിക്കാനായി സുരേന്ദ്രൻ ആ ആധാരം എഴുതി ഉണ്ടാക്കിയപ്പോ ഈശ്വരനായിട്ട് ചെയ്യാനുള്ളൊരു പണി ചെയ്തു വെച്ചു. ആധാരത്തിൽ സർവേ നമ്പർ തെറ്റിപ്പോയി. ഇനി അത് തിരുത്തണമെങ്കിൽ ഇന്ദുലേഖ തന്നെ വിചാരിക്കണം. നമ്മൾ മനുഷ്യരുടെ നിയമങ്ങളല്ല പ്രകൃതിയുടേത്. ഒരു പാവം വിധവയെ ഒരാൾ പറ്റിക്കാൻ ശ്രമിക്കുമ്പോ പ്രപഞ്ചം നോക്കി നിൽക്കുന്നു നീ കരുതിയോ? ആധാരത്തിൽ തെറ്റുവരുത്തി ഈശ്വരൻ ബാക്കി ജോലി എന്നെ ഏൽപ്പിച്ചു. ഞാനത് ഭംഗിയായി ചെയ്തു. മോഹനേട്ടൻ ഈശ്വരൻ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് മോഹനേട്ടൻ ഭംഗിയായിട്ട് ചെയ്യുന്ന എനിക്കറിയാലോ. ഇന്ന് സദാനന്ദൻ സാറ് പറയുക, ഭൂമിയിൽ അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മം സ്ഥാപിക്കാനായി ഭഗവാൻ നേരിട്ട് വരുമെന്നാണ് വിശ്വാസം എന്ന്. പക്ഷേ ഇന്ദുലേഖയുടെ കാര്യത്തിൽ ഭഗവാന് കൈയൊഴിഞ്ഞെന്ന്. അത് തെറ്റാണ് എന്ന് ഇന്ദുലേഖ വന്നപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. സുരേന്ദ്രനെ പോലുള്ളവർ കാണിക്കുന്ന അന്യായത്തെ നേരിടാൻ ഭഗവാൻ നേരിട്ട് അവതരിച്ചതാണോന്ന് എനിക്കൊരു സംശയം. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. മർദ്ദിതന്റെ പ്രാർത്ഥന കണ്ട് പേടിച്ചോളൂ, അവർക്കും അള്ളാഹുവിനിടയിൽ മറകളില്ല എന്ന് ഖുർആനും പറയുന്നുണ്ട്. ഇന്ദുലേഖ അബലയായ, സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു പാവ സ്ത്രീയാണ്.
അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥന നേരിട്ട് എത്തേണ്ടിടത്തെത്തി. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി മോഹനേട്ടാ. നിയമവും കോടതിയൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ എന്റെ വില്ലേജ് ഓഫീസർ പുല്ലുപോലെ സാധിച്ചത്. ഇതിന് ഞാനെന്താ സമ്മാനം തരേണ്ടത്? അപ്പോ അങ്ങനെ ചോദിച്ച നോക്കിയ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ വെച്ച് വേണ്ട. അബലരും നിസ്സഹായരുമായ സാധുക്കൾക്കെതിരെ അന്യായങ്ങൾ ഉണ്ടാവുമ്പോൾ ചോദ്യം ചെയ്യുകയും തിരുത്തുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ. അങ്ങനെ നോക്കുമ്പോൾ മോഹനകൃഷ്ണൻ ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. ഇന്ദുലേഖയെ കബളിപ്പിക്കാനിറങ്ങിയ സുരേന്ദ്രനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് ആ പ്രശ്നം തീർത്ത വില്ലേജ് ഓഫീസറെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം.